ನನ್ನ മുഅ്മിനീങ്ങളെ, ഈ ഒരു തിങ്കൾ റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹുടെ അനുസ്മരിക്കുന്നതായ ഒരു മഹത്തായ തിങ്കളായിട്ടിക്കടി ജുമാദൽ ഊല. നമുക്കെല്ലാവരും ಗೊತ್ತುಂಟು, മഹാന്മാരെ സ്മരണയാക്കരുത്, ഔലിയാക്കന്മാരെ സ്മരണയാക്കരുത്. അത് വലിയൊരു പ്രതിഫലം ഉണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പാടി തന്നത്. മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹുടെ പൂർണ്ണമായൊരു പേരായിട്ടിക്കട് സയ്യിദ് അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു അലി അർ-റിഫായി റളിയല്ലാഹു അൻഹുടെ ഇടിക്കട്. മഹാന്റെ ജനന ഹിജ്റ 512 റജബ് 15 വ്യാലാസരണ്ടായിടിക്കട്. ജന്മനാട് ഇറാഖിലെ ഉമ്മു അബീദ ചെണ്ടോ പ്രായത്തിലായിടിക്കട്. ബാപ്പയുടെ പേര് സയ്യിദ് അലി ഇബ്നു യഹ്യ റളിയല്ലാഹു അൻഹു, ഉമ്മ ഉമ്മുൽ ഫളിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹു. വഫാത്ത് ഹിജ്റ 558 ജുമാദൽ ഊല 12. വയസ്സ് 66 വർഷക്കാലം മഹാൻ ജീവിച്ചിരു. ദഫന ഇറാഖിലെ ഉമ്മു അബീദ ചെല്ലെ പ്രായത്തിലായിരിക്കട് മഹാന്റെ മരമാടിയത്. അള്ളാഹു ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളെ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ. ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളുടെ തടിയിൽ ഏതെങ്കിലും ഒരു രോഗത്തെ അംശയുന്നുണ്ടെങ്കിൽ അള്ളാഹുവേ ഈ തിങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മഹാന്മാരെ മശായിഖന്മാരെ ബദരീങ്ങളെ അബുൽ ഹസൻ ഷാദുലി തങ്ങളെ ബറക്കത്ത് കറാമത്ത് കൊണ്ട് അല്ലാഹുവേ എല്ലാ രോഗ നീ ശിഫാക്കി തരണേ റഹ്മാനെ. ഇറായത്തിൽ കുറെ രോഗികളുള്ള അല്ലാഹുവേ എല്ലാവർക്കും നീ ശിഫ നൽകണേ റഹ്മാനെ. നിങ്ങൾ നോക്കൂ, മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു പെർറെ 44 മുതലേ ഷെയ്ഖ് മൻസൂർ അൽ ബത്തായിയ റബ്ബാനിയ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ മഹാൻക്ക് അത് റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹുടെ ഉമ്മയുടെ ആങ്ങളായിട്ടിക്കട് കാക്ക. റആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ കാക്കായ മൻസൂർ അൽ ബത്തായിയ റളിയല്ലാഹു അൻഹു കിനൗകാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു, യാ മൻസൂർ ഉബശ്ശിറുക അന്നല്ലാഹ തആല യുതി ഇലാ ഉഖ്തിക ബഅദ 40 യൗമൻ വലദൻ. 44 പിന്നെ നിങ്ങളെ സഹോദരിക്ക് ഒരു കുഞ്ഞി ഉണ്ടാവുടു. നിങ്ങളെ സഹോദരിക്ക് 44 കഴിഞ്ഞ പിന്നെ നിങ്ങളെ സഹോദരിക്ക് ഒരു കിടാവ് ഉണ്ടാവുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു ഉമ്മ പെർറെ മുതലേ 44 മുതലേ കാക്കു കിനൗലായിട്ടിക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നു കൊടുക്കുറോ എന്റെ മുഅ്മിനീങ്ങളെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു കാക്കറൊട്ടു ആ കിടാവുടെ പേരായിട്ടിക്കട് ഇസ്മു അഹ്മദ് റിഫായി റളിയല്ലാഹു അൻഹു. ബൈഅത്തുൽ കൈക്കുമ്പത്തികേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പേര് ചൊന്നു കൊടുക്കുറു. പിന്നെ ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അന റസൂൽ അംബിയാഇ കദാലിക, നാണ് അംബിയാക്കന്മാരെ നേതാവായതുപോലെ വറസുൽ ഔലിയാഇ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എല്ലാ ഔലിയാക്കന്മാരെ നേതാവായിട്ടിക്കട്. ഇത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കിടാവുൽ ചെന്നു കൊടുക്കരുതായിട്ടിക്കട്. പിന്നെ ചൊല്ലു ആ കിടാവ് പെത്തിട്ടായിൽ പിന്നെ ആ ഉമ്മ പെത്തിട്ട് കിടാവ് ചെറിയ തെല്ല് ബലിയായിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്വപ്നത്തിലെ ചെല്ല് ഇലാ ഷൈഖി അലിയിൽ ഖാരിയിൽ വാസിതി, ഇയാളുടെ ഈ മഹാന്റെ ദർസ് ഇട്ടിട്ട് പഠിപ്പാട്ടണോ. അപ്പമേടിക്കര് എല്ലവും റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു പെർറെ 44 മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ കിനാഉ ഉമ്മയുടെ ആങ്ങലായ മൻസൂറുൽ ബത്തായി റളിയല്ലാഹു അൻഹു
നബി തങ്ങളെ കിനാവുൽ ഇങ്ങനെ ചെന്നു കൊടുക്കൂ. കുട്ടിക്കാലത്തിലായിട്ടിക്കട് റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹുടെ ബാപ്പ മരണപ്പെട്ടു പോയത്. പിന്നെ ആ കിടാവിടെ വളർത്തിരാറ് അതായിട്ടിക്കട് ശൈഖ് മൻസൂർ അൽ ബത്താഇ റളിയല്ലാഹു തആല അൻഹു കാക്കമേ വളർത്തിയ കിടാവിടെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാടമാക്കിത്ത്. എത്ര അതിൽ പിന്നെ എത്ര ആലിമീങ്ങളുണ്ട് റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു പഠിച്ചിട്ട്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അബുൽ ഇൽമൈനി രണ്ട് ഇൽമുടെ പിതാമഹാണ്ട് അയാൾക്ക് പേര് ചൊന്നോണ്ടിരുന്നാറ്. നിങ്ങൾ നോക്കൂ, മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു കുഷ്ഠരോഗി, അതേപോലെ വെള്ളപ്പാട് രോഗി, അങ്ങനെ ഔത്തുപോയിട്ട് അങ്ങനെ ഡ്രസ് കലകി കൊടുത്തോണ്ടിന്ത്, അങ്ക് വേന്മായ എല്ലാ ആഹാരങ്ങൾ കൊടുത്തോണ്ടിന്ത്, അങ്ങോട്ടു വെച്ചിട്ട് ചോറുണ്ടോണ്ടിന്ന മഹാനായിട്ടിക്കട് അങ്ങോട്ടുകെ വെച്ചിട്ട് ദ്വാർന്നോണ്ടിന്ത്, അങ്ക് വേനായിട്ട് ദ്വാനർത്തോണ്ടിന്ത്. എന്നിട്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ചൊല്ലു, സിയാദത്തു ആഉലാഇ വഖിദ്മതു മിനൽ വാജിബാതി. ആ കുഷ്ഠരോഗിയായ ആൾമാരെ സന്ദർശിക്കലും പിന്നെ അങ്ങനെ ഹിദ്മത്ത് എടുക്കരുത് അതൊരു നിർബന്ധമായ കാര്യമായിട്ടിരിക്കണു. അതൊരു നിർബന്ധമായ കാര്യമായിട്ടിരിക്കുന്നുണ്ട്. ശൈഖ് റിഫായി റളിയല്ലാഹു തആല അൻഹു പഠിപ്പാടി തന്നര്. നിങ്ങൾ നോക്കൂ, കണ്ണ് കാണാത്ത ആൾമാർ, അംഗവികലന്മാരായ ആൾമാർ, പിന്നെ ബാക്കിയുള്ള രോഗിക അങ്ക് വേന്മായ എല്ലാ സഹായം ആക്കി കൊടുത്തോണ്ടിന്ത്. കണ്ണ് കാണാത്ത ആൾമാർ ഇങ്ങനെ കിട്ടിയേണ്ടായെങ്കിൽ അങ്ങനെ കൈ പിടിച്ചോണ്ട് പോയോണ്ടിന്ത് അങ്ക് വേനായ എല്ലാ വ്യവസ്ഥ അങ്ങനെ അഗത്യത്തെ പൂർത്തിയാക്കി കൊടുത്തോണ്ടിന്ന് മഹാനായിട്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. ക്രിസ്ത്യാനികളായ വയസ്സന്മാരില്ലേ, ഇസ്ലാം അല്ലാത്ത ക്രിസ്ത്യാനികളായ ആൾമാര് അങ്ങനെ അഗത്യത്തെ പൂർത്തിയാക്കിക്കൊണ്ടിന്ത്. ഇത് കണ്ടിട്ട് എത്ര ആൾമാര് ഇയാളുടെ ഈ സേവനം കണ്ടിട്ട് എത്ര ആൾമാര് ഇസ്ലാം സ്വീകരിച്ചോണ്ടിന്നാറ്. പിന്നെ ആൾമാർ ചൊന്നാറ്, റിഫായി ശൈഖിനെ അബുൽ ഐതാം, അനാഥന്മാരെ ബാപ്പായിട്ടിക്കട്, യതീം മക്കളെ ബാപ്പായിട്ടിക്കട്, അബുൽ മസാക്കീൻ പാവങ്ങളെയും ബാപ്പായിട്ടിക്കണ്ട് വിളിച്ചോണ്ടിന്നാറ്. യതീമക്കും നല്ല സഹായിച്ചോണ്ടിന്ത്, പാവത്തങ്കും നല്ല സഹകരിച്ചോണ്ടിന്ത് സഹായിച്ചോണ്ടിന്ന് വലിയ മഹാനായിട്ടിക്കണ് മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോക്കൂ, ദൂരത്തെ റായത്തിൽ ആരെങ്കിലും ഉഷാറില്ലാണ്ടായിട്ടില്ലെങ്കിൽ അങ്ങനെ വിഷയം കേട്ടേണ്ടായെങ്കിൽ ഒരായത്തിൽ രോഗിങ്ങ ഉള്ളാറ്, ഒരായത്തിൽ രോഗിങ്ങ ഉള്ളാറ് എന്റെ വിഷയം കിട്ടിയെങ്കിൽ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അപ്പമേ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ എല്ലാ അഗത്യത്വം പൂർത്തിയാക്കിക്കൊണ്ടിന്ത് അങ്ക് മേന്മായ വ്യവസ്ഥ അവിടേ പോയിട്ടാക്കിക്കൊണ്ടിരുന്ന മഹാനായിട്ടിക്കട്. അത്രയും കരുണ ചെയ്ത മഹാനായിട്ടിക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നില്ലേ, അതേ കരുണ ചെയ്ത കൂടത്തിൽ ഏറ്റവും വലിയ കരുണ ചെയ്ത ആളായിട്ടിക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നില്ലേ, 6 ഭൂലോകത്ത് 6 കരുണ ചെയ്താറ്. ഏതെല്ലാം വസ്തു കരുണ ചെയ്താറ്? ഏകനായ റബ്ബ് കരുണ ചെയ്താണ്ട് പഠിപ്പാണ്ടി തന്ന നേതാവ് അതിനെ ശരിയായ നിലക്ക് പൂർത്തിയാക്കിക്കൊണ്ടിരുന്നേ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അതേ അധ്യാപനത്വ പരിപൂർണമായിട്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരുന്ന മഹാനായ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു. ഇർഅമൂ മൻ ഫിൽ അർളി യർഅമുകും മൻ ഫിസ് സമാ. ദുനിയാവിലുള്ളക്ക് നിങ്ങൾ കരുണ ചെയ്താണ്ടായെങ്കിൽ ഏകനായ റബ്ബ് കരുണ ചെയ്താണ്ട് പഠിപ്പാടി തന്നു ലോക നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങയില്ലേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നതോ നല്ല പാലനയാക്കിയ മഹാനായ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു. ഒരു നാള്
പല്ലില് അതേ ഷർട്ട് ഇങ്ങനെ കൽകിട്ടിട്ടിരുന്ന് പല്ലില് നിസ്കാരത്ത് സമയമായപ്പോൾ ആ ഷർട്ട് ഇങ്ങനെ എടുക്കുമ്പോ മുത്ത് കഴിഞ്ഞിട്ട് പൂച്ച ഉറങ്ങിട്ടുണ്ട്. റിഫായി ശേഖ് റളിയല്ലാഹു അൻഹുടെ കയ്യില് കയ്യിൽ പൂച്ച ഉറങ്ങിട്ടുണ്ട്. ഈ പൂച്ചക്ക് ഉപ്പത്രാവിടെ വേണ്ട ചൊന്നിട്ടു ആ ഷർട്ട് കൈരമേ പരിക്കിട് പറിച്ചിട്ട് അതേ ഷർട്ട് ഇട്ടും പോണ്ടു. നിസ്കാര കഴിഞ്ഞിട്ടായാൽ പിന്നെ റിഫായി ശേഖ് റളിയല്ലാഹു അൻഹു അതാ ആ പൂച്ച എഞ്ചിട്ട് പോയാൽ പിന്നെ ആ ഷർട്ട് കൈയെടുത്തിട്ട് അവിടെ തുന്നുറു നോക്കുറു നങ്ങാണ്ടായി കല്ലെടുത്ത് ഓടുപാട്ടാന്ത. പക്ഷേ റിഫായി ശേഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയുള്ളൊരു മനസ്സ് വന്നില്ല. ജീവികളൊട്ടു കരുണ ചെയ്തോണ്ടിന്ത് ജീവികളൊട്ടു നല്ല കരുണ ചെയ്ത മഹാനായിട്ടിക്കട്. നിങ്ങൾ നോക്കുറു അതേ കണ്ണ് കാണാത്ത ആൾമാര്, കുഷ്ഠരോഗിയായ ആൾമാര്, പാവങ്ങളായ ആൾമാര്, ഏത് ജീവിയാവട്ടെ മനുഷ്യാവട്ടെ പ്രാണിയാവട്ടെ എല്ലാത്തും കരുണ ചെയ്തോണ്ടിന്ന് അതാ വലിയ മഹാനായിട്ട് റിഫായി ശേഖ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ നോക്കൂ ഒരു നാല് ക്ലാസ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പത്തു ഒരു കിടാവു ബാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത കിടാവു ക്ലാസ്സിന് നടുവിലെ നക്ക് അത് വേണു നക്ക് ഇത് വേണു ചെന്ന പൈനക്കിട് കിടാവിടെ ഒന്നും ഓടുപാട്ടാണ്ട് ക്ലാസ്സെല്ലാം കഞ്ഞിട്ട് കൊടുക്കാണ്ട് അപ്പമേ പോയിട്ട് ആ കിടാവുക എന്ത്ര വേണു അതിനിങ്ങനെ കിടാവുക എടുത്തു കൊടുത്തോണ്ടിന്ത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ ധാരാളം റിഫായി ശേഖ് റളിയല്ലാഹു തആല അൻഹുടെ ചരിത്രമുണ്ട്. ശൈഖ് റിഫായി റളിയല്ലാഹു തആല അൻഹു എപ്പോഴും നിസ്കരിച്ചോണ്ടിന്നേ ബാങ്ക് കൊടുത്തോണ്ടിന്നെ ഒരു മഹാനായിട്ടിക്കട്. അതേ യാക്കൂബ് ഖർറാസ് റളിയല്ലാഹു അൻഹു അതാ ആ മഹാൻ ചൊല്ലേന്ദ്ര കൊണ്ടുണ്ട ഒരു നാല് നണ്ട ശൈഖറെ കാണുവേനായിട്ട് ഒരു നാല് നണ്ട ശൈഖറ മുട്ട ഞാൻ ഇങ്ങനെ പോവേനായിട്ട് ആ സമയത്ത് നല്ല ചലിയുള്ള സമയായിട്ടിക്കട്. നല്ല ചലിയുള്ള സമയ ആ സമയത്തിലായിട്ടിക്കട് നാട് ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുടെ മുട്ട പോണ്ടേ. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു ഉളുവെടുത്തിട്ടില്ലേ കൈയുടെ ഇങ്ങനെ നീട്ടിട്ടുണ്ടു. കൈയുടെ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് പന്ത്രമേ കാണില്ല, കൈ ചലിക്കില്ല. ഇങ്ങനെ നീട്ടി വെച്ചിട്ട് നാന് കിട്ടിയ ചാൻസ് ചെന്നിട്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുടെ മുട്ട പോയതാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു കൈയൊന്നു നീട്ടി വെച്ചിരല്ലേ ചൊന്നിട്ടു ആ കൈയുടെ നാനൊന്ന് മുത്തിട്ടാമ്പത്തു ശൈഖ് റിഫായി റളിയല്ലാഹു തആല അൻഹു ചൊല്ലു അതേ ഏ യാക്കൂബ് ഖർറാസ് നന്റെ കയ്യിൽ ഒരു ബലഹീനമായ ഒരു വസ്തുവിന്ത് ഒരു ജീവിന്ത് ആ ബലഹീനമായതിനെ നിങ്ങൾ ഓടുപാട്ടിയാറല്ലേ നിങ്ങളെ കണ്ടിട്ട് അതൊന്ന് പേടിച്ച് ഓടിപ്പോയിട്ട് യാക്കൂബ് ഖർറാസ് റളിയല്ലാഹു അൻഹു ചൊല്ല് ഓ ശൈഖ് അവറുകളെ ഏതായിട്ടിക്കട് ആ ബലഹീനമായ വസ്തു ഏതായിട്ടിക്കട് എന്ന് ചൊല്ലുമ്പോ മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ചൊല്ലു നന്റെ കയ്യില് ഒരു കൊതു ഇങ്ങനെ അതൊരു ആഹാരം അതായത് ചോര കുടിച്ചോണ്ടിന്ത് അതിന് ആഹാരമേ ചോറായിട്ടിക്കട് അതിങ്ങനെ കുടിച്ചോണ്ടിന്ത് നിന്റെ കാനലോട് കൂടെ ആ തടസ്സം ഉണ്ടായിട്ടതുക്ക് അത് പേടിച്ചിട്ട് ഓടിപ്പോയിട്ട് മനുഷ്യ നോക്കൂ നന്റെ മുഅ്മിനീങ്ങളെ കൊതുക്ക് പോലും കരുണ ചെയ്ത മഹാനായിട്ടിക്കട്. ഒരു കുഷ്ഠരോഗിയായ ഒരു നായി ആൾമാരെല്ലാരും കല്ലെടുത്തി എറിഞ്ഞോണ്ടിരുന്നാറ്. റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു ആ കുഷ്ഠരോഗിയായ നായിടോ അതാ ഒരു ദൂരത്തൊരു പ്രദേശത്ത് കൊണ്ടുപോയിട്ട് കൊമ്പയിട്ട് 40 തോളം അതുക്ക് പേനായ എല്ലാ ചികിത്സ ഉണ്ടാക്കിട് 40 തോളം അതുക്ക് പേനായ എല്ലാ മറന്തെല്ലും കൊടുക്കുറു
സുബ്ഹാനല്ലാഹ്. ആ നായിഡു ആൽമാർക്ക് തൊന്തരവോ തീരാ ആൽമാർ കല്ലെടുത്ത് എറിഞ്ഞോണ്ടിരുന്നാറ് ആൽമാർ എന്തും തൊന്തരവോ തീരാ ചെന്നിട്ട് ആ കുഷ്ഠരോഗിയായ ആ നായിടെ കൊമ്പൊമ്പത്ത് ആൽമാര് കേട്ടാറ് എന്ത് ഈ കുഷ്ഠരോഗിയായ നായിഡ് നിങ്ങ എടുത്തോ പോണ്ടത് എന്ത് ഈ നായിക മനന്താക്കിടത് എന്തേ കേക്കുമ്പത്തു റിഫായി ശേഖ് റളിയല്ലാഹു തആല അന്നു ചൊല്ലു അതേ നാളെ റബ്ബ് നന്നിട്ട് കേട്ടെങ്കിൽ നാൻ ഉത്തരം എന്തിനു ചൊല്ലു എല്ലാരും കല്ലെടുത്ത് എറിഞ്ഞോണ്ടിന്നപ്പ നന്റെ റബ്ബ് നാളെ ഇത് നോക്കിക്കൊണ്ട് വെച്ചേണ്ടായെങ്കിൽ നാളെ റബ്ബ് നന്റെ ബുടല്ല ഗ്യാരണ്ടി ആയിട്ടിക്കട് അതുകൊണ്ടായിട്ടിക്കട് നാളെ ആഖിറത്തിൽ നക്ക് വിജയിക്കണ്ടേ ആഖിറത്തിൽ നാൻ രക്ഷപ്പെടണ്ടേ ചൊന്നിട്ടു ഒരേ ഒരു ഉദ്ദേശത്തിൽ ആ നായിഡോ നല്ല നിലക്ക് 40 നാളത്തോളം ടെണ്ടിട്ടെത്ത് അതുക്ക് വേനായ എല്ലാം മറന്നെല്ലും ആക്കി കൊടുത്തിട്ടു അതിന്റെ രോഗത്തെ ശിഫയാക്കി കൊടുക്കൂ മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു നീ നോക്കൂ മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു റൗളത്ത് മുട്ട പോണ്ടു നബി തങ്ങളെ മുട്ടം വലിയ സ്ഥാനം ഇന്നാളായിട്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മുട്ടും വലിയ സ്ഥാനമാണ് ഉള്ള വലിയ മഹാനായിക്കട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു നാല് ഹബീബായ ലോക നേതാവ് അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അതാ റൗളത്ത് മുട്ട പോയിട്ട് പാട് റൗളത്ത് മുട്ട പോയിട്ടൊന്ന് പാട് എന്തേ ഫി ആലത്തിൽ ബുഅദി റൂഇ കുന്തു ഉർസിലു ആ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി وآذي دولة الأشباع قد حضرت فامدد يديك لكي تغلى بآشفتي മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു റൗളത്ത് മുട്ട പോണ്ടു പോയിട്ട് ഇങ്ങനെ പാടിട്ട് ചൊല്ലു നബിയേ ഈ വിശുദ്ധ ഭൂമി മുത്തോബേനായിട്ട് ഈ വിശുദ്ധമായ പരിശുദ്ധമായ ഈ മദീന ഇതൊന്നും മുത്തോബേനായിട്ട് നാനില്ലേ പഷ്ടികേ വിദൂര ദിക്കിൽ നിന്ന് നാനുണ്ടോ ആത്മാവിടെ കടത്തിട്ടിന്ന് നബിയേ നാൻ വിദൂര ദിക്കിൽ നിന്ന് നന്റെ വഷ്ട ആത്മാവ് നാൻ കടത്തിട്ടിന്ന് എപ്പമാ ഇപ്പൊ നന്റെ ശരീരമായിട്ട് നബിയേ തങ്ങളെ റൗളത്ത് മുട്ട വന്ന് നാൻ ഇണ്ട് നബിയേ നന്റെ ആ ശരീരത്ത് നന്റെ ആദരണങ്ങൾക്ക് നക്കൊന്ന് പുണ്യ കിട്ടണു ബറകത്ത് കിട്ടണു നബിയേ നിങ്ങളെ തങ്ങളെ കൈയൊന്ന് നക്ക് നീട്ടിത്തരണു നബിയേ തങ്ങളെ കൈയൊന്ന് നക്ക് നീട്ടിത്തരണു നബിയേ ഇല്ലെങ്കിൽ നന്റെ മനസ്സൊന്നും സമാധാനം ഇല്ല നബിയേ അപ്പമേ എത്രമാ കാലം മുതലു ഞാൻ എന്റെ ആത്മാവോട് ഞാൻ കടത്തിട്ടിന്ന ഈ വിദൂര ദിക്കിൽ നിന്ന് മദീനത്ത് ചുംബിക്കുകയായിട്ട് ഇപ്പൊ തന്റെ ശരീരമേ ഞാൻ ഉടെ നിന്റെ നബിയേ റൗളത്ത് മുട്ട തങ്ങളെ കൈയൊന്ന് നക്ക് നീട്ടിത്തരണു സുബ്ഹാനല്ലാഹ് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ രണ്ട് കൈയും അതേ റൗളത്ത് ഇങ്ങനെ അതാ നീട്ടി കൊടുക്കൂ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അതാ രണ്ട് കൈയിടൊന്ന് ചുംബിക്കറ് മുഅ്മിനീങ്ങളെ അത്രയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു മഹബ്ബത്ത് വെച്ച വലിയ ശൈഖായിടിക്കട് വലിയ മഹാനായിടിക്കട് അതുകൊണ്ട് തന്റെ മുഅ്മിനീങ്ങളെ ധാരാളം മഹാന്മാരെ സ്നേഹിക്കണു അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അതേ അല ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ പരിശുദ്ധ ഖുർആനിലെ ചൊന്നിട്ടില്ലേ റബ്ബു അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അങ്ക് ദുഃഖയില്ല അങ്ക് വിഷമയില്ല അങ്ക് ബേജാറില്ല അങ്ങനെ ഹൃദയം അങ്ങനെ കൽബുണ്ടല്ലേ 100% റബ്ബ് തിരിഞ്ഞതായിക്കട് ഒരു അണുമണി തുക പോലും അങ്ങനെ കൽബുൽ വേണ്ടാത്ത വിയാറ എന്നും പറയാത്തോ
വലിയ വലിയ ഷെയ്ഖന്മാരായിട്ടിക്കട് മഹാന്മാരായിട്ടിക്കട് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അങ്ങ ഏത് നിലക്ക് ഇക്കടാറ് ചിലപ്പോ അങ്ങ് കാട്ടിൽ പോയിട്ട് ജീവിക്കണങ്ങായിട്ടിക്കുവാറ് ചിലപ്പോ അതേ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ചിലപ്പോ ബാങ്ക് പണ്ടങ്ങായിട്ടിക്കുവാറ് പല നിലക്കുള്ള കോലത്തിലായിട്ടിക്കട് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ഈ ലോകത്തുള്ളൂ അല്ലാഹു തആല അങ്ങനെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ അല്ലാഹു സലാമത്താക്കി തരട്ടെ ഞങ്ങളെ ഖൽബ് അല്ലാഹു തആല നന്നാക്കി തരട്ടെ മുഅ്മിനീങ്ങളെ ആ ഖൽബൊന്ന് നന്നാവണു ഇത്തരത്തിലുള്ള മാന്മാരെ സ്മരണയാക്കരുത് അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മഹബ്ബത്ത് ഖൽബിൽ എപ്പോഴും ഞങ്ങൾക്ക് വരണു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ധാരാളം ഞങ്ങൾ സ്വലാത്ത് ചൊല്ലണു ഏത് സമയത്ത് ഞങ്ങൾക്ക് കിട്ടി സ്വലാത്ത് ചൊല്ലൂ ആ എല്ലാ സമയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വലാത്ത് ചൊല്ല മുഅ്മിനാവണു അതിലായിട്ട് ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷ അതിലായിട്ട് ഞങ്ങൾക്ക് വലിയ ബറക്കത്തുള്ളത് എന്റെ മുഅ്മിനീങ്ങളെ നാല് ആഖിറത്തിലും രക്ഷപ്പെട്ടോ അതേ ഖബറിൽ ഞങ്ങളെ മരണത്തിൽ പിന്നെ അതാ എപ്പോഴും ഞങ്ങളെ മരണയില്ലേ അതിലെപ്പോഴും ഞങ്ങൾ നിരപ്പാക്കിക്കൊണ്ടിരിക്കണു മരണത്തു ആ മരണം എപ്പണ്ട് ചൊല്ലു സാധ്യയില്ല ഞങ്ങക്ക് കഫൻ തുണി ഇങ്ങനെ റെഡിയായിട്ട് വെച്ചത് ഞങ്ങൾക്ക് കൊണ്ടുണ്ട് പല നിലക്കുള്ള മരണം എല്ലാം ഇങ്ങനെ സംഭവിച്ചോണ്ടുള്ളു ഞങ്ങളെ തുള്ളു എല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടുള്ള അല്ലേ ആ മരണത്തിൽ ഞങ്ങൾ എപ്പോഴും തയ്യാറായി നിൽക്കണു മുഅ്മിനീങ്ങളെ നാണൊന്നുകയും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പുഞ്ചിരിക്കരെ മുഖ കണ്ട് മരിക്കൂ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖും സൗഭാഗ്യത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് അതേ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ പോലും സ്മരണയാക്കണു ഞങ്ങളെ മജ്ലിസിൽ അതേ ദിക്ർ മജ്ലിസിൽ ഞങ്ങൾ ദയിക്കണു ഞങ്ങളെ ഖൽബ് നന്നാവൂ